കാരണം തൊട്ടപ്പുറത്തുള്ള കർണാടകയ്ക്ക് ഒരു മടിയുമില്ല PM ശ്രീയിൽ ചേരാനും ഒപ്പിടാനും അതിന് പണം വാങ്ങിക്കാനും. തൊട്ടപ്പുറത്തുള്ള തെലങ്കാനയ്ക്ക് ഒരു മടിയുമില്ല PM ശ്രീയിൽ ചേരാനും ഒപ്പിടാനും ആ പണം വാങ്ങിക്കാനും. പക്ഷേ ഇവിടെ KPCC പ്രസിഡന്റ് അടക്കം എന്തൊരു ഘോരമാണ് വിമർശനം ഉന്നയിക്കുന്നത്. എന്തെങ്കിലും ആത്മാർത്ഥതയോടാണ് വിമർശനം വരുന്നത്. സെൻട്രലി സ്പോൺസേഡ് സ്കീമിൽ പിന്നെ നമുക്ക് വെച്ച് നീട്ടുന്നത് എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ആദ്യഘട്ടത്തിൽ പറയാം. പിന്നെ ശ്രീ നിഷാദ്, അതായത് ഞാൻ ആലപ്പുഴയിൽ കുട്ടനാട്ടുകാരനാണ്. പെട്ടെന്ന് എടുത്തു പറയാൻ കഴിയുന്ന ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീം, കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറയുന്ന ഒന്നാം കുട്ടനാട് പാക്കേജാണ്. 1840 കോടി രൂപയുടെ MS സ്വാമിനാഥനെ ഏൽപ്പിച്ച ഒന്നാം കുട്ടനാട് പാക്കേജ്. അതിനു മുൻപ് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതി, ഇത് കോൺഗ്രസ് സർക്കാരിൻ്റെയാണ്. അതിനു മുമ്പ് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, ICDS. പിന്നെ അതുപോലുള്ള വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ട് വരുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒറ്റതിരിഞ്ഞ് നിൽക്കുന്ന ഒരു പദ്ധതിയാണോ? താങ്കൾ പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാര്യം പറഞ്ഞു, പക്ഷെ അതിനു മുമ്പ് വേറൊരു പിന്നെ ഈ ചില പദ്ധതികൾ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു 2018. അത് പിന്നെ ഇപ്പോൾ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നറിയപ്പെടുന്ന പുതിയ പദ്ധതിയാണ്. 2018 അത് 3-4 പദ്ധതികളായിട്ട് ചതക്കിടന്ന പദ്ധതിയാണ് ഒന്ന് ചുരട്ട പദ്ധതിയാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെലവിട്ട പണം, അതാണ് 1466 കോടി രൂപ എന്ന് പറയുന്നത്. കേരളം ചെലവിട്ട പണമാണ്. ഇപ്പം ഈ പറയുന്ന ഈ PM ശ്രീയിൽ ഒപ്പിടുന്നതോടെ കേരളത്തിന് കിട്ടുന്നത് കേവലം പിന്നെ 187 കോടി രൂപ മാത്രമാണ് ഇതിലൊപ്പിട്ടാൽ കിട്ടുന്നത്, ഇതിലൊപ്പിടുന്നതോട് മാത്രം കിട്ടുന്നത്. പക്ഷേ നേരത്തെ കേരളം ചെലവാക്കിയ പണം ഉണ്ടല്ലോ, ഈ സമഗ്ര ശിക്ഷാ അഭിയാനിൽ കൂടെ ചെലവാക്കിയ പണം, ആ പണത്തിൽ ഈ പറഞ്ഞ 187 കോടി രൂപ 4166 കോടി രൂപ പിടിച്ചു വച്ചിരിക്കുകയാണ് ഇതിൽ ഒപ്പിടാത്തത് കാരണം. ഇത് PM ശ്രീയിൽ ഒപ്പിട്ടാൽ ആ പണം കിട്ടും, നമ്മൾ ചെലവഴിച്ച പണം നമുക്ക് കേരളത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ആനുകൂല്യം എന്ന് തന്നെ ആ പദം തന്നെ പ്രയോഗിക്കണം, ആനുകൂല്യം എന്ന് പറയാവുന്നത്. അത് അത്രയും പണം വേണ്ട എന്നാണ് വിമർശകർ പറയുന്നതെങ്കിൽ ഓക്കെ, വേണ്ടെന്ന് വെക്കാം. പക്ഷേ അതിന് കേരളത്തിലെ പോലെ ഇങ്ങനെ ഈ ദൗർലഭ്യം അല്ലെങ്കിൽ ധനദൗർബല്യം നേരിടുന്ന നമ്മളെപ്പോലുള്ള സംസ്ഥാനത്തിന് 1466 കോടി രൂപയ്ക്ക് പകരം വയ്ക്കാൻ വിമർശകരുടെ ഇടയിൽ എന്തുണ്ട് പരിഹാരം? അതോടെ നിർദ്ദേശിക്കണ്ടേ? അത് നിർദ്ദേശിക്കാനില്ലാത്ത കാലത്തോളം ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നമുക്ക് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളത് ഒരു പോരായ്മയാണെങ്കിൽ ആ പോരായ്മ നികത്താനുള്ള വഴികൾ പറഞ്ഞാൽ മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന് പറയുന്നത് നിശ്ചിത ഒരു ഫോർമാറ്റാണ്. ആ ഫോർമാറ്റിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം CPI ജനയുഗത്തിൽ ഉൾപ്പെടെ വിമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആശയപരമാണ്, ഐഡിയോളജിക്കൽ ബേസിസിലാണ് അവർ കൃത്യമായി എതിർക്കുന്നത്. അത് ശരിയുമാണ്. LDFനും ഉള്ള ആ വിമർശനം CPI കുറേ കൂടെ മൂർത്തമായി അവരുടെ മുഖപത്രത്തിലൂടെ ഉന്നയിക്കുന്നതിനെ ഞാൻ തെറ്റാണെന്ന് പറയുകയില്ല, അത് ശരി തന്നെയാണ്. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആശയപരമായ നിലപാട് പാലിക്കാൻ ബാധ്യത ഉണ്ടാകുന്ന തരത്തിലേക്കാണോ ഈ പദ്ധതിയിൽ ഒപ്പിടേണ്ടത് എന്നുള്ളത് പരിശോധിക്കണം.